ഇത്രയും കാലം നിങ്ങളുടെ തള്ളയെയും അനിയത്തിയെയും അവരുടെ തന്തയില്ലായ്മയും ക്ഷമിച്ച അല്ലിയെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഇനി എന്നെ അതിന് കിട്ടില്ല. എനിക്ക് ഡിവോഴ്സ് വേണം. അവൾ അലറി. മനു അന്താളിച്ചുകൊണ്ട് അവളെ നോക്കി. വാതിൽ പടിക്കൽ നിൽക്കുന്ന അമ്മയും ആളുവും എല്ലാം കണ്ട് പേടിയോടെ നിൽക്കുവായിരുന്നു. കുളി കഴിഞ്ഞു വന്ന ആശയും ഉമിനീരിറക്കി മനുവിനെയും അല്ലിയെയും വാതിൽ പടിക്കൽ നിന്ന് നോക്കുവാണ്. മനു അവരെ ഒന്ന് തിരിഞ്ഞു നോക്കി. ശേഷം മുൻപിൽ കോപത്തോടെ വിറച്ചു നിൽക്കുന്നവളെയും. അല്ലി, നമ്മുടെ കുഞ്ഞാണേ സത്യം. നീ പറയുന്നത് പോലെയൊന്നുമല്ല. മനു തളർച്ചയോടെ ബെഡിലേക്കിരുന്നു. കൈയെത്തിച്ച് അവളുടെ കൈ വലിച്ച് അവളെയും ഇരുത്തി. തെറ്റുണ്ട്. ഞാൻ ചെയ്തതത്രയും തെറ്റാണ്. വീട്ടുകാരെ പറ്റി നീ പറയുമ്പോൾ ശ്രദ്ധിക്കാത്തത്, നിന്റെ ഭാഗം കേൾക്കാത്തത് എല്ലാം തെറ്റാണ്. പക്ഷെ ആ തെറ്റുകളുടെ കൂട്ടത്തിൽ ഒരിക്കൽ നീ ഇപ്പോൾ പറഞ്ഞ ആരിയില്ല. മനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അല്ലി അവനെ നോക്കിയപ്പോൾ അവളുടെ മനസ്സൊന്ന് തണുത്തു. പക്ഷെ അത് പുറത്ത് കാണിക്കാതെ മുഖം കനപ്പിച്ചിരുന്നു അവൾ. അമ്മ ഇങ്ങ് പോര്, അവർ സംസാരിക്കട്ടെ. ആശ അമ്മയെ പിന്നിൽ നിന്ന് വിളിച്ചു. അപ്പോഴേക്കും ആളൂട്ടി അമ്മയിൽ നിന്ന് ഊർന്നിറങ്ങി അമ്മയ്ക്കും അച്ഛനും അരികിലേക്ക് ഓടി. അമ്മ ആശയെ ഒന്ന് നോക്കിയ ശേഷം പതിയെ അടുക്കളയിലേക്ക് നടന്നു. ആശയും അവിടെ നിന്ന് നേരെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോകാനായി ഇറങ്ങി. മാളൂട്ടി മനുവിൻ്റെ മടിയിലേക്ക് ഓടിക്കയറി മനു കുഞ്ഞിൻ്റെ കവളിൽ അമർത്തി മുത്തി. ആര്യക്ക് ഞാൻ അങ്ങനെയൊന്നും മെസ്സേജ് അയച്ചിട്ടില്ല അല്ലി. മനു കുഞ്ഞിൻ്റെ നെറ്റിയിൽ വിതുമ്പലോടെ മുഖം കുനിച്ചു. അല്ലി അപ്പോഴും അവനെ നോക്കിയില്ല. എനിക്ക് നീയും നമ്മുടെ മോളുമല്ലേ ഉള്ളൂ, ഒന്ന് ക്ഷമിക്കടി. മനു അവളുടെ വിരലിൽ പതിയെ പിടിച്ചു. അല്ലി കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. ശരി, മനുവേട്ടൻ പറഞ്ഞതെല്ലാം ഞാൻ കേൾക്കാം, വിശ്വസിക്കാം. ഒന്ന് ചോദിക്കട്ടെ, ഇതൊക്കെ ഞാനാണ് ചെയ്തതെങ്കിൽ ക്ഷമിക്കുമോ മനുവേട്ടൻ? അവളുടെ ചോദ്യത്തിന് ഉത്തരമില്ലായിരുന്നു അവന്. അവൻ അവളെ ദയനീയമായി നോക്കി. ശരിയാണ്, മനുവേട്ടൻ്റെ മുൻ കാമുകിയാണ് ആര്യ. അവളൊരു ആവശ്യം ചോദിച്ചപ്പോൾ സകലതും മറന്നു. സ്വന്തം ഭാര്യയെ പോലും മറന്ന് മനുവേട്ടൻ അതൊക്കെ നിറവേറ്റി കൊടുത്തു. ഞാൻ തിരിച്ചു ചോദിക്കുന്നത്, എൻ്റെ മുൻ കാമുകൻ വിവേകേട്ടൻ നാട്ടിലെത്തിയിട്ടുണ്ട്. അയാളെന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നത് നിങ്ങളറിയാതെ ഞാൻ അയാളെ പോയി കണ്ട, വെറുതെ കണ്ടില്ല എന്ന് നടിക്കുമോ മനുവേട്ടൻ? അവളുടെ സ്വരം ശാന്തമായിരുന്നെങ്കിലും മനുവിനത് ഉത്തരമില്ലായിരുന്നു. അവൻ വ്യതിയോടെ എഴുന്നേറ്റു. എനിക്ക് വേണ്ട മനുവേട്ട നിങ്ങളെ, ഇതെൻ്റെ ഉറച്ച തീരുമാനമാണ്. അവൻ്റെ മൗനം കാണാൻ അല്ലി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അത്രയ്ക്ക് വെറുത്തോ അല്ലി? മനുവിൻ്റെ മുഖം ചുവന്നു. എനിക്ക് മടുത്തു. അല്ലി കൈകൾ രണ്ടും കൂട്ടിത്തിരുമ്മി. മനു ഇനിയൊന്നും പറയാനില്ലാതെ എഴുന്നേറ്റു. പറയേണ്ടതിനി അല്ലിയോടല്ല, അവളോടാണ്. തൻ്റെ ജീവിതം ഇങ്ങനെയാക്കി തീർത്തവളോട്. കൗൺസിലിംഗ് സെക്ഷൻ അടുത്തു തന്നെ ഉണ്ടാവും. തിരിഞ്ഞു നടക്കുന്നവൻ അവളെ തിരിഞ്ഞു നോക്കി വെറുതെ ഒന്ന് ചിരിച്ചു. വരാം, നിനക്ക് ഡിവോഴ്സല്ലേ വേണ്ടത്? അവൻ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് പുറത്തേക്കിറങ്ങി. അല്ലി തളർച്ചയോടെ ഒന്നും മനസ്സിലാവാതെ തങ്ങളെ നോക്കുന്ന മോളെ ചേർത്തു പിടിച്ചു. അപ്പോൾ പോവാണോ അമ്മ? മാളൂട്ടി ചുണ്ടു പിളിർത്തി. അല്ലു ഒന്ന് മൂളിയത് കണ്ടപ്പോൾ അവളുടെ കൈ തട്ടി മാറ്റി മനുവിൻ്റെ അടുത്തേക്ക് ഓടി മാളൂട്ടി. നാളേക്ക് പഠിപ്പിച്ച അടവുകളെല്ലാം പഠിച്ചു വരണം കേട്ടോ. ആശ കുട്ടികളെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു. കുട്ടികൾ അത് തലയാട്ടി നമസ്കരിച്ചിട്ട് പോകാനായി ഒരുങ്ങുവാണ്. ഇന്ന് രേവതി കൂടെ ഇല്ല, അവൾക്ക് മാസമുറയാണ്. ഡാൻസ് ക്ലാസ് അമ്പലപ്പറമ്പിലായതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ വരാറില്ല. രേവതി ഇല്ലാത്തത് കൊണ്ട് തന്നെ അധികം വൈകാറില്ല ആശ. പക്ഷേ ഇന്നിങ്ങോട്ട് വരാൻ തന്നെ വൈകി, മനുവിനെ കണ്ട് സംസാരിക്കാൻ നിന്നതുകൊണ്ട്. അവൾ ബാഗെടുത്ത് മുറിയുടെ വാതിലും പൂട്ടിയിറങ്ങി. നേരം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അമ്പലത്തിൽ ദീപാരാധന നടക്കുന്നു. ദീപാരാധന തൊഴാൻ നിന്ന പിന്നെയും വൈകും വീട്ടിലെത്താൻ. അതുകൊണ്ട് തന്നെ അതിന് കാക്കാതെ അവൾ ഇറങ്ങി. അമ്പലപ്പറമ്പിൽ നിന്ന് നടക്കാൻ കുറച്ചുണ്ട് വീട്ടിലേക്ക്. ഇരുവശങ്ങളും കൃഷ്ണകിരീടമാണ്. തോളോടൊപ്പം പന്തലിച്ച് നിൽക്കുന്ന കൃഷ്ണകിരീടക്കാട്. നേരം മയങ്ങിയാൽ അതുവഴി പോകാൻ ആശയ്ക്ക് പേടിയാണ്. രേവതി ഉണ്ടാകുമ്പോൾ ഓരോ വിശേഷങ്ങളും പറഞ്ഞുകൊണ്ട് നടന്നു നീങ്ങും. പക്ഷേ ഒറ്റക്കാകുമ്പോൾ ചിന്തകൾ പല വഴിയാകും. ഈ സമയം ആരെങ്കിലും തന്നെ വലിച്ചഴിച്ചുകൊണ്ട് പൊന്തക്കാട്ടിലേക്ക് പോയ ആരും അറിയുക പോലുമില്ല. അവളുടെ നെഞ്ചിടിപ്പേറി. ഒന്ന് ഒച്ച വെച്ചാൽ പോലും ആരും കേൾക്കില്ല. ആശ നടത്തത്തിൻ്റെ വേഗത കൂട്ടി. കണ്ണുകൾ പേടിയോടെ നാലുപാടും പരതി. പെട്ടെന്നാണ് കൈവിരലുകളിൽ പിടുത്തമിട്ടത്. നെഞ്ചൊന്നാളി. പകപ്പോടെ നോക്കുമ്പോൾ വിച്ചുവാണ്. ഒരാശ്വാസം എവിടെ നിന്നോ വന്നതറിഞ്ഞു. കലിയോടെ ആ കൈ തട്ടിയെറിഞ്ഞു. ആള് മുണ്ടു മടക്കി കുത്തി മീശ പിരിച്ചുകൊണ്ട് ഒന്നുകൂടെ ചേർന്ന് നിന്ന് നടന്നു. ഇന്ന് ഏതായിരുന്നു ആ തെണ്ടി? അവൻ്റെ ശബ്ദമൊന്നയഞ്ഞു. ആശ ഒന്നും മിണ്ടിയില്ല. പകരം അവനെ കണ്ണുരുട്ടി നോക്കി. അതെൻ്റെ ഏട്ടനാണ്, മനുവേട്ടൻ. അവൾ അടക്കിയ ശബ്ദത്തോടെ പറഞ്ഞു. വിച്ചുവിൻ്റെ മുഖമെന്നയഞ്ഞു. അല്ലിയുടെ മനുവിനെ കുറിച്ച്
അറിയാം വിച്ചുവിന്. മനുവിൻ്റെ മുഖം ശ്രദ്ധിക്കാതെ പോയതാണ് വിച്ചു. ഞാൻ കരുതി എന്നെ തേച്ചെന്ന്. വിച്ചു നടത്തതിൻ്റെ വേഗത കുറച്ചു. ആശ പെട്ടെന്നൊന്ന് പൊട്ടിച്ചിരിച്ചു. അതിനാര് പ്രേമിച്ചു? ആശ ചിരിയടക്കി അവനെ നോക്കി. ആഹാ, എന്നെ പ്രേമിക്കുന്ന ഒരുത്തി വരും. വിച്ചു അവളുടെ മറുപടി അലസമട്ടിൽ തള്ളിക്കളഞ്ഞു. ആശയുടെ മുഖം ചുവന്നു. അവൾ പുരികം വളച്ചവനെ നോക്കി. നേരിയ ഇരുട്ടിയ കണ്ണുകൾ തിളങ്ങുന്നത് കണ്ടു. നോക്കിയിരുന്നോ? ആശ പിറുപിറുത്തു. നോക്കിയിരിക്കുക. അവൻ അതേ മയത്തിൽ തിരിച്ചും പറഞ്ഞു. ഒപ്പം പോക്കറ്റിൽ നിന്ന് എന്തോ കയ്യിൽ പിടിച്ചു. കവലയിലെ പത്രോസേട്ടൻ്റെ വീടിൻ്റെ മുറ്റത്ത് കണ്ടിട്ടുണ്ടോ വലിയ ഞാവൽ മരം? അതിൽ നിന്ന് പറിച്ചതാ. നിനക്ക് വേണോ? കൈ തനിക്ക് നേരെ നീട്ടിയപ്പോൾ വീണ്ടും കണ്ണുരുട്ടി ആളെ നോക്കി. കൈവെള്ളയിൽ 2 ഞാവൽ പഴങ്ങൾ. അപ്പോഴേക്കും വീട്ടിലേക്കുള്ള ഇടവഴിയിലേക്ക് കയറിയിരുന്നു ആശ. എനിക്ക് വേണ്ട, ഒറ്റയ്ക്കങ്ങ് തിന്നാ മതി. പിന്നെ ഇനിയും അവിടെ ഇവിടെ ഞാവൽ പഴം കൊണ്ട് വെക്കരുത്. അവൾ തിരിഞ്ഞു നിന്ന് ഗൗരവത്തോടെ പറഞ്ഞു. അവൻ ശ്രദ്ധിക്കുന്നില്ല. ഞാവൽ പഴം തിന്നുകയാണ്. അത് നിന്റെ അച്ഛനാണ് കൊണ്ടുവയ്ക്കുന്നത്. വെറുതെ എൻ്റെ തലക്കിട്ടിടണ്ട. അവൻ ഞാവൽ പഴം വായിലിട്ട് കുരുപുരത്തേക്ക് തുപ്പി. അച്ഛൻ വിളിച്ച ഭാഷയ്ക്ക് കലി കയറി. പക്ഷേ ഇപ്പോൾ അല്ലെങ്കിൽ നേരം വൈകി. ഇനിയും വൈകി അമ്മ പേടിപ്പിക്കും. അതുകൊണ്ട് ഒന്നും മിണ്ടാതെ അവൾ ഒന്ന് തിരിഞ്ഞു നടന്നു. പൊട്ടി. അവൾ ശബ്ദമുണ്ടാക്കാതെ ചുണ്ടനക്കി. ഡീ. അത് കേൾക്കെ വിച്ചു പിന്നാലെ ഓടാനായി തുനിഞ്ഞതും പെണ്ണപ്പുറത്തെ പറമ്പിലെത്തിയിട്ടുണ്ട്. വിച്ചുവിന് ചിരി വന്നുപോയി. അവൻ ചെറുചിരിയോടെ ഒന്നുകൂടെ അവളെ നോക്കിയിട്ട് തിരിഞ്ഞു നടന്നു. എന്തിനാണ് മനു കാണണമെന്ന് പറഞ്ഞത്? ഇളകിയാടുന്ന മുടിയിടകൾ മാടിയൊതുക്കിക്കൊണ്ട് ആര്യ മനുവിനെ വിടർന്ന കണ്ണുകളോടെ നോക്കി. മനു പക്ഷെ അതിന് മറുപടി പറയാതെ അവളെ ഒന്ന് നോക്കാതെ മുഖം കുനിച്ചിരുന്നു. നീ എന്നാണ് വീട്ടിൽ വന്നത്? അവൻ്റെ ശബ്ദം മുറുകി. അവളുടെ കണ്ണുകളിലെ തിളക്കം പെട്ടെന്ന് തന്നെ അണഞ്ഞു. അവൾ പിടച്ചിലോടെ മുഖം മാറ്റി. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ ആര്യ? എന്നാണ് നീ എൻ്റെ വീട്ടിൽ വന്നതെന്ന്? അവൻ ഒച്ച ഉയർത്തിയപ്പോൾ ആര്യ പകപ്പോടെ ചുറ്റും നോക്കി. പലരും തങ്ങളെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. മനു ആളുകൾ ശ്രദ്ധിക്കുന്നു. അവൾ അവൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും ആ കൈകളാൽ തട്ടിയെറിഞ്ഞു. എപ്പോഴാണ് പൊന്ന മോളെ ഞാൻ നിന്നെ വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത്? മനു രോക്ഷത്തോടെ അവൾക്ക് നേരെ ചീറി. ആര്യ ഭയന്നുപോയി. എപ്പോഴും ശാന്തമായി കാണുന്ന മനു. എൻ്റെ അല്ലിയെയും എന്നെയും തമ്മിൽ തെറ്റിക്കാൻ നോക്കുന്നു നീ? അവൻ സകല നിയന്ത്രണവും വിട്ട് അവളുടെ കഴുത്തിൽ പിടിമുറുക്കി. ആര്യ ശ്വാസം കിട്ടാതെ ചുമയ്ക്കാൻ തുടങ്ങി. അവൾ പിടയുന്നത് കണ്ടപ്പോൾ അവൻ കൈകൾ എടുത്തു മാറ്റി ദീർഘമായെന്ന് നിശ്വസിച്ചു. പണ്ട് സ്നേഹിച്ചിരുന്നു എന്നത് സത്യമാണ്. പക്ഷെ എൻ്റെ അമ്മയുടെ വാക്ക് കേട്ട് എന്നെ ഉപേക്ഷിച്ചു പോയ അന്ന് തീർന്നതാ നമ്മുടെ ബന്ധം. പിന്നെയും എൻ്റെ ജീവിതത്തിൽ കരടായി വന്നാലുണ്ടല്ലോ. മനു അവൾക്ക് നേരെ വിരൽ ചൂണ്ടി നിന്ന് വിറച്ചു. ആര്യയുടെ മുഖം മാറി. മനു, ഞാനൊന്നും ചെയ്തിട്ടില്ല. അല്ലിയാണ് എന്നോട് ഓരോന്ന് പറഞ്ഞു വന്നത്. അവൾ സ്വയം ന്യായീകരിച്ചുകൊണ്ട് ഫോൺ തുറന്ന് അവളും അല്ലിയും തമ്മിലുള്ള ചാറ്റ് കാണിച്ചു തന്നു. അതിൽ മനുവിനെ സപ്പോർട്ട് ചെയ്ത് ആര്യ സംസാരിക്കുന്നു. അല്ലി പക്ഷെ ആര്യയെ മോശമാക്കി ഓരോന്ന് പറയുന്നു. മനു ഫോൺ തട്ടിപ്പറിച്ച് ചാറ്റ് മുകളിലേക്ക് പോയി. അല്ലി കാണിച്ചു തന്നത് അതിലുണ്ടോ എന്ന് നോക്കാൻ. ഇല്ല, ഒന്നും തന്നെ ഇല്ല. മനുവിനാകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. അവൻ ആ ഫോൺ തിരികെ ഏൽപ്പിച്ചു. ആര്യ ഇടം കണ്ടിട്ട് മനുവിനെ ഒന്ന് നോക്കി. അവൻ മൗനമായിരിക്കുന്നു. എനിക്കറിയാം, അല്ലി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാകും. അതാണിപ്പോൾ എന്നോട് ദേഷ്യം. ആര്യ കണ്ണു നിറച്ചു. പക്ഷെ മനു അത് ശ്രദ്ധിച്ചില്ല. അപ്പോഴും മനു അല്ലിയുടെ വാക്കുകളിൽ കുരുങ്ങിക്കിടക്കുകയാണ്. നീ എനിക്ക് വേണ്ടി സംസാരിക്കാത്തത് കൊണ്ട് ഞാൻ തന്നെ നിന്റെ കമ്പനിയിലെ മാനേജറോട് സംസാരിച്ച് ജോലി ശരിയാക്കി. ആര്യ അവനെ വിമ്മിഷ്ടത്തോടെ നോക്കി. ഇത്തവണ മനു ശരിക്കും ഞെട്ടി. ആര്യ പാവമാണെന്ന് കരുതിയാണ് ജോലിക്ക് താൻ സപ്പോർട്ട് ചെയ്യാമെന്ന് ഓർത്തത്. പക്ഷേ ഇപ്പോൾ എന്തൊക്കെയോ കല്ലുകടി. ഇനി ഓഫീസിലും കൂടെ വന്ന മനുവിനാകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. അവൻ മറുപടിയൊന്നും പറയാതെ എഴുന്നേറ്റു. ആര്യ അവനെ മിഴികൾ ഉയർത്തി നോക്കി. നിനക്കെന്നെ വിശ്വാസമില്ലല്ലേ? ആര്യയുടെ ഇരു കണ്ണുകളും നിറഞ്ഞൊഴുകി. അതിന് പ്രസക്തിയില്ല. എനിക്കെൻ്റെ ഭാര്യയെ വേണം. അവൻ അത്രയും പറഞ്ഞുകൊണ്ട് വെട്ടിത്തിരിഞ്ഞ് നടന്നകന്നു. ആര്യയുടെ നെഞ്ചിൽ പകയെരിഞ്ഞു. നീ എന്നെ വിശ്വസിക്കില്ല അല്ലേ മനു? നിന്നെ വിശ്വസിപ്പിക്കാനുള്ള വഴി എൻ്റേൽ ഉണ്ടെങ്കിലോ? ആര്യ പുച്ഛത്തോടെ മുഖം കൂട്ടി. പിന്നെ രണ്ടും കൽപ്പിച്ച് ആരെയോ വിളിച്ചു. വൈകിട്ട് പുഴയിൽ പോകാൻ ഇറങ്ങിയതായിരുന്നു അല്ലിയും മോളും. അമ്മയ്ക്ക് ചെറിയൊരു ജലദോഷമുണ്ട്, അതുകൊണ്ട് തന്നെ വരുന്നില്ല എന്ന് പറഞ്ഞു. പുഴയിൽ പോവാമെന്ന് കേട്ടതും മാളൂട്ടി തുള്ളിച്ചാടാൻ തുടങ്ങി. അവളെയും ഒക്കത്ത് വെച്ച് ബക്കറ്റും പിടിച്ച് പുഴക്കരയിലേക്ക് നടക്കുമ്പോൾ പാറപ്പുറത്തിരിക്കുന്ന വിവേകിനെ കണ്ടു അല്ലി. പിന്നിൽ നിഴലനക്കം കേട്ട് വിവേക് തിരിഞ്ഞു നോക്കിയതും ഒരുമിച്ചായിരുന്നു.
അവൻ കണ്ടു എന്നറിഞ്ഞപ്പോൾ ഒരു വിളറി ചിരിച്ചിരിച്ചു അവൾ. പക്ഷേ വിവേകിൻ്റെ കണ്ണുകൾ നേരെ പോയത് അവളുടെ കൈകളിലെ മാളൂട്ടിയിലേക്കാണ്. വിവിയേട്ടൻ കുളിക്കാൻ നിൽക്കുവാണോ? അവൾ മടിയോട് ചോദിച്ചു. വിവി അല്ലെന്ന് തലയാട്ടി പതിയെ എഴുന്നേറ്റു. എനിക്കിവിടെ നമ്മുടെ LP സ്കൂളിൽ താൽക്കാലികമായി ജോലി കിട്ടി, അവൻ എന്തോ ഓർത്തതുപോലെ പറഞ്ഞു. ഇത്ര പെട്ടെന്നോ എന്ന അത്ഭുതത്തിൽ അല്ലി നോക്കി. വന്നിട്ട് 2 ദിവസമേ ആയുള്ളൂ. പക്ഷേ സ്കൂൾ മാനേജറുടെ കൂടെയുള്ളതാണ് വിവിയേട്ടൻ്റെ അച്ഛൻ. അതുകൊണ്ട് തന്നെ അതത്ര അത്ഭുതപ്പെടാനുള്ള കാര്യമൊന്നുമില്ല. അല്ലി ഒന്ന് ദീർഘനിശ്വസിച്ചു. കൺഗ്രാറ്റ്സ്. അവൾ ഭംഗിയായി ചിരിച്ചു. വിവി തിരിച്ചും. പിന്നെ അവനെന്തോ ഓർത്തെന്ന പോലെ പോക്കറ്റിൽ നിന്നൊരു മിഠായി എടുത്ത് മാളൂട്ടിക്ക് നേരെ നീട്ടി. മിഠായി കണ്ടപ്പോൾ പെണ്ണിൻ്റെ കണ്ണു തിളങ്ങി. അവൾ ആ മിഠായി വാങ്ങിച്ച് അവന് നേരെ ചിരിച്ചു. താങ്ക് യു. കുഞ്ഞിപ്പല്ലി കാട്ടി അവൾ ചിരിച്ചു. വിവി വാത്സല്യത്തോടെ അവളുടെ മുടിയൊന്ന് തലോടി. ശരിയെന്നാ, കാണാം. വിവി മറുത്തൊന്നും പറയാതെ തിരിഞ്ഞു നടന്നു. അവൻ പോകുന്നതെന്ന് നോക്കി നിന്ന് ശേഷം അവളും തിരിഞ്ഞു നടന്നു. മനു വീട്ടിലെത്തിയപ്പോൾ മുറ്റത്ത് മറ്റൊരു വണ്ടി കൂടെ നിർത്തിയിട്ടിരിക്കുന്നു. അവൻ സംശയത്തോടെ അകത്തേക്ക് പാളി നോക്കി. വലിയമ്മാവനും അമ്മായിയുമാണ്. അമ്മയുടെ ആങ്ങള. അവൻ തലയിൽ കൈവച്ചു. ഇനി കയറി ചെല്ലുമ്പോഴേ കേൾക്കാം അമ്മാവൻ്റെ കൊനിഷ്ഠ ചോദ്യങ്ങൾ. മനു അകത്തേക്ക് കയറാനൊന്നും മടിച്ചു. അല്ലി ഒഴിവായി പോയ സ്ഥിതിക്ക് മനുവിനെ കൊണ്ട് മറ്റൊരു കല്യാണം കഴിപ്പിക്കുന്നതല്ലേ നല്ലത് പെങ്ങളെ? അമ്മായിയുടെ അഭിപ്രായം വ്യക്തമായി പുറത്തേക്ക് കേൾക്കാം. മനുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു. ഇത്രത്തോളം കാര്യങ്ങൾ എത്തിയോ? അവൻ ധൃതിപ്പെട്ട് ബൈക്കിൽ നിന്നിറങ്ങി വീടിനകത്തേക്ക് കയറി. അതെ, 2-3 ആലോചനകൾ വരുന്നുണ്ട്. ജാതകം ശരിയാവാത്തത് കൊണ്ടാണ് അത് നോക്കാത്തത്. മനുവിൻ്റെ അമ്മ അവരെ നോക്കി പറഞ്ഞു. അത് കേട്ടപ്പോൾ മനുവിൻ്റെ മുഖം വിവരണമായി. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ അമ്മേ എനിക്ക് വരുന്ന പുതിയ ആലോചനകളെ പറ്റി. വാതിൽ പടിക്കൽ നിന്ന് കൈകൾ പിണച്ചുകെട്ടി മനു അമ്മയെ രൂക്ഷമായി നോക്കി. അടുത്ത സോഫയിലിരുന്ന മനുവിൻ്റെ അച്ഛൻ്റെ മുഖം തെളിഞ്ഞു. കുറേ നേരമായി ഇവരുടെ അനാവശ്യ ചർച്ചകൾ കേൾക്കുന്നു. മനുവിൻ്റെ അമ്മയും മൈഥിലിയും പകപ്പോട് അവനെ നോക്കി. ആ മുഖത്തെ ഭാവം അവർക്കപ്പോൾ ഗ്രഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുമോനെ, പിന്നെ അമ്മ വിയർക്കുന്നത് കാണേ മനുവിന് പുച്ഛം തോന്നി. മതി, നിർത്ത്. എല്ലാവരുടെയും മനസ്സിലിരിപ്പ് നന്നായി മനസ്സിലായി. ഇനി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഏതായാലും എല്ലാം സ്വയം അങ്ങ് തീരുമാനിച്ച സ്ഥിതിക്ക് കല്യാണവും അച്ഛന് വിരോധമില്ലെങ്കിൽ അമ്മ തന്നെ കഴിച്ചോ. മനു പറഞ്ഞു കഴിഞ്ഞതും അമ്മാവനും അമ്മായിയും അവനെ തുറിച്ചു നോക്കി. എന്തൊക്കെയാണ് മനു വിളിച്ചു പറയുന്നത്? നിന്റെ അമ്മയാണിവൾ, ആ ബഹുമാനം കൊടുക്കണം. അമ്മാവൻ ഒച്ചയെടുത്തത് കേട്ടതും അമ്മ കരഞ്ഞു മൂക്ക് പിഴിയാൻ തുടങ്ങി. എന്നെ ബഹുമാനം ആരും പഠിപ്പിക്കേണ്ട, എനിക്കറിയാം എങ്ങനെ പെരുമാറണമെന്ന്. അവൻ അതും പറഞ്ഞുകൊണ്ട് അമ്മയെ ഒന്നുകൂടെ തുറിച്ചു നോക്കിക്കൊണ്ട് മുകളിൽ അവൻ്റെ മുറിയിലേക്ക് നടന്നു. മൈഥിലിയും അമ്മയും പരസ്പരം നോക്കി. അമ്മ അവന് പിന്നാലെ ചെന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ അവളും അവൻ്റെ റൂമിലേക്ക് നടന്നു. ഏട്ടൻ എങ്ങോട്ടാണ്? തുണികൾ ബാഗിൽ കുത്തി നിറക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് ശബ്ദം കേട്ടത്. അവൻ തിരിഞ്ഞു നോക്കിയില്ല. ഏട്ടൻ എങ്ങോട്ടാ പോകുന്നതെന്ന് മൈഥിലി വച്ചെടുത്തു. മനുവിന് കലി കയറി. അവൻ പെട്ടെന്ന് തിരിഞ്ഞ് അവളെ രൂക്ഷമായി നോക്കി. ഞാൻ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ അത് നിന്നോട് ബോധിപ്പിക്കണോ എന്ന് അവൻ അവൾക്ക് നേരെ അലറിയപ്പോൾ മൈഥിലിയുടെ വായടഞ്ഞു. അവൾ അവനെ തന്നെ തുറിച്ചു നോക്കി. വല്ലാത്തൊരു ഭാവമാണ് അവന്. എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട അമ്മയെയും മോളെയും ഞാൻ. പാതിയിൽ നിർത്തി ഒന്നുകൂടെ രൂക്ഷമായി നോക്കി. സിബിട്ട് ബാഗ് തൂക്കിയെടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി. മൈഥിലി നിന്ന നിൽപ്പിൽ തന്നെയായിരുന്നു. അവൾ തരിച്ചു നിൽപ്പാണ്. ആദ്യമായാണ് മനുവേട്ടൻ ഇത്ര ദേഷ്യപ്പെടുന്നത്. കാരണം ഒന്നേ ഉള്ളൂ, അല്ലി. അവളുടെ കണ്ണുകളിൽ പകയെറിഞ്ഞു. ഒരുത്തി എൻ്റെ മോൻ്റെ ജീവിതത്തിൽ വന്നത് തൊട്ട് കണ്ടകശനിയാണ്. അവളാണ് അവനെങ്ങനെ ആക്കി തീർത്തത്. ബാഗും കൊണ്ട് പടികൾ ഇറങ്ങുമ്പോൾ കേൾക്കാം അമ്മയുടെ കരച്ചിൽ. അത് വകവയ്ക്കാതെ മനു ഹാളിലേക്ക് നടന്നു. അച്ഛനൊന്ന് നോക്കി അവനെ, പക്ഷെ ഒന്നും മിണ്ടാതെ ആ കൂട്ടത്തിൽ നിന്ന് ഉമ്മറത്തേക്ക് നടന്നു. നീ ഇതെങ്ങോട്ടാ? ബാഗും തൂക്കി വരുന്നവനെ കണ്ടതും അമ്മയുടെ പുരികം ചുളിഞ്ഞു. ഞാൻ പോകുന്നു. അവൻ അത്രയും പറഞ്ഞ് ആരെയും നോക്കാതെ പുറത്തിറങ്ങി. ഞാൻ പറഞ്ഞില്ലേ ആങ്ങളി, ആ ഉരുമ്പൊട്ടോൾ എൻ്റെ കൊച്ചിനെ വശീകരിച്ചു വെച്ചിരിക്കുക. അമ്മ നിലവിളിയായി. മനു അത് കേൾക്കാതെ മട്ടിൽ ഉമ്മറത്തേക്ക് നടന്നു. അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്. അവൻ അച്ഛനെ ഒന്ന് നോക്കി. അച്ഛൻ അവനെയും. പൊയ്ക്കോ മോനെ, ഇല്ലെങ്കിൽ നിന്റെ ജീവിതം നശിച്ചു പോകും. അവസാന നിമിഷം ആരും ഉണ്ടാവില്ല. എല്ലാവരും നിന്നെ ഉപയോഗിച്ച് വലിച്ചെറിയും. നിന്റെ ഭാര്യയും മോളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അച്ഛൻ ശാന്തമായാണ് പറഞ്ഞത്. അത്ര നേരം വലിഞ്ഞു മുറുകി നിന്ന മനുവിൻ്റെ മുഖം പതിയെ അയഞ്ഞു. എല്ലാവരും എന്നെ ചതിച്ചു അച്ഛ. അല്ലി അവളെന്നെ വിശ്വസിക്കുന്നില്ല. മനു അച്ഛൻ്റെ വിരൽ പതിയെ പിടിച്ചു. അച്ഛൻ നോക്കുമ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. അദ്ദേഹം അവൻ്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. അല്ലിമോള് പാവമാണ്. നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാൾ. അവൾക്ക് മനസ്സിലാവും നിന്നെ.
പക്ഷേ ആര്യ, അവളെ അടുപ്പിക്കരുത്. അവളുടെ ചിന്തകൾ നീ വിചാരിക്കും പോലെ ശരിയല്ല. അച്ഛൻ പറഞ്ഞു തീർന്നതും നോക്കിയത് ഹാളിൽ നിന്ന് ഉമ്മറത്തേക്ക് വന്ന അമ്മാവനെയാണ്. ആ മുഖത്ത് പുച്ഛഭാവം തന്നെ. നിന്റെ അമ്മ ഇവിടെ തലകറങ്ങി കിടക്കുന്നത് കണ്ടിട്ട് പോകണോ മനു നിനക്ക്? അയാൾ ഗൗരവത്തോടെ കണ്ണട ഒന്ന് നേരെയാക്കി ചോദിച്ചു. മനു ഒന്നും മിണ്ടിയില്ല. നിന്റെ അമ്മയാണത്, അയാൾ കൂട്ടിച്ചേർത്തു. അമ്മയെ നോക്കാൻ അമ്മയുടെ പൊന്നാങ്ങള അമ്മാവനില്ലേ? എന്നേക്കാൾ സമാധാനം കിട്ടും അമ്മാവനെ അടുത്ത് കാണുമ്പോൾ അമ്മയ്ക്ക്. മനു ഒന്നുകൂടെ ബാഗ് മുറുക്കെ പിടിച്ചു. അയാളുടെ മുഖം കറുത്തു. നീ എന്തൊരു ജന്മമാടാ, സ്വന്തം അമ്മയെ നോക്കാത്ത മകൻ. തിരിഞ്ഞു പുറത്തേക്ക് ഇറങ്ങുമ്പോഴും കേൾക്കാം അമ്മാവൻ്റെ പ്രാക്കുകൾ. മനു ഒന്നും മിണ്ടാതെ ഇറങ്ങി. ഇനി എങ്ങോട്ട് എന്താണെന്നറിയില്ല, പക്ഷേ പോകണം ഈ വീട്ടിൽ നിന്ന്. അവൻ്റെ നെഞ്ച് വല്ലാതെ ഭാരപ്പെട്ടു. എനിക്കൊന്ന് ടൗണിൽ പോകണോ അമ്മേ? കുഞ്ഞിന് 2 ഉടുപ്പ് മേടിക്കണം, പിന്നെ അവൾക്കുള്ള സ്നാക്സുമൊക്കെ മേടിക്കാനുണ്ട്. ചെറിയൊരു മടിയോടെയാണ് അമ്മയോട് പറഞ്ഞത്. വീട്ടിൽ നിന്നങ്ങനെ പുറത്തേക്ക് പോകാറില്ല, പണ്ടും അതെ. എന്തെങ്കിലും വേണമെങ്കിൽ അച്ഛൻ കൊണ്ടുവരികയാണ് ചെയ്യാറ്. ക്യാഷ് ഉണ്ടോ നിന്റെ കയ്യിൽ? അമ്മ അടുക്കളയിലെ ഒരു കുപ്പിയിൽ എന്തോ തിരയുന്നത് പോലെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഉണ്ടമ്മേ, പതിയെ മറുപടി പറഞ്ഞു. അപ്പോഴേക്കും അമ്മ തിരഞ്ഞ കുപ്പിയിൽ നിന്ന് 2 500-ന്റെ നോട്ടെടുത്ത് അവൾക്ക് നേരെ നീട്ടി. ഇന്ന് ഇത് വെച്ചോ, നിനക്കൊരു ടോപ്പും എടുത്തു. ആശ വരുവാണെങ്കിൽ അവളെയും കൊണ്ട് പോകാമായിരുന്നു. കണ്ണു നിറഞ്ഞുപോയി. ഇങ്ങനെ സ്നേഹിക്കുന്ന ഏതമ്മയാവും ഉണ്ടാവുക? അവൾ പുഞ്ചിരിയോടെ അമ്മയെ കെട്ടിപ്പിടിച്ചു. ഞാനും മോളും പെട്ടെന്ന് വരാം അമ്മേ, ആശയ്ക്ക് ഡാൻസ് ക്ലാസ്സിന് പോകേണ്ടതല്ലേ? അല്ലി പുഞ്ചിരിയോടെ പറഞ്ഞതും അമ്മയൊന്ന് ആലോചിച്ചിട്ട് തലയാട്ടി. ഓട്ടോയിൽ പോയാൽ മതി കേട്ടല്ലോ. അമ്മ പറഞ്ഞപ്പോൾ തലയാട്ടി. മാളൂട്ടിയെയും കൊണ്ട് വേഗം തന്നെ ഡ്രസ്സ് മാറാൻ പോയി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ വിളിച്ച ഓട്ടോ വീട്ടുപടിക്കൽ വന്നു നിന്നു. അമലിൻ്റെ ഓട്ടോയാണ്. അതിൽ കയറി ടൗണിലെത്തി. ആദ്യം തന്നെ ഒരു ടെക്സ്റ്റൈൽസിൽ കയറി കുഞ്ഞിന് 2 പുറത്തേക്കിടുന്ന കുഞ്ഞുടുപ്പ് മേടിച്ചു. ആൾക്കത് കണ്ടപ്പോൾ വലിയ ഇഷ്ടമായി. തൻ്റെ ഒക്കത്ത് നിന്നിറങ്ങി ഉടുപ്പൊക്കെ തൊട്ടു നോക്കുന്നുണ്ട്. ഉടുപ്പ് ബില്ലാക്കി പിന്നെ നേരെ പോയത് റാഗിപ്പൊടിയും മറ്റും കിട്ടുന്ന കടയിലേക്കാണ്. കുറച്ച് സാധനങ്ങൾ അവിടുന്ന് വാങ്ങിച്ച് പുറത്തേക്കിറങ്ങി. തിരിച്ചിനി ഓട്ടോയിലേക്ക് പോകണ്ട, സ്റ്റാൻഡിൽ നിന്ന് ബസ് കിട്ടും, അതിൽ പോകാമെന്ന് വിചാരിച്ച് ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴാണ് എതിരെയുള്ള കടയുടെ മുൻപിൽ ഒരു സ്കൂട്ടി ശ്രദ്ധിച്ചത്. അല്ലി ഒന്നുകൂടെ നോക്കിയപ്പോൾ ആ സ്കൂട്ടിയിൽ നിന്നിറങ്ങി വരുന്നത് ആര്യയാണെന്ന് മനസ്സിലായി. തന്നെ കണ്ടിട്ടുള്ള വരവാണെന്നുറപ്പ്. അവളുടെ മുഖം വിവർണമായി. മാളൂട്ടിയെ ഒന്നുകൂടെ മുറുക്കെ പിടിച്ചുകൊണ്ട് അവൾ ആര്യയെ തുറിച്ചു നോക്കി. അപ്പോഴേക്കും ആര്യ അവൾക്കരികിലെത്തിയിരുന്നു.